ഈ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നതെന്ന് അറിയോ? പി ടി ഈക്വൽ ടു ടി പി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് E1 ആൻഡ് E2 ആർ ഇൻവേരിയൻറ്റ് സബ് സ്പേസ് ഓഫ് ടി എന്നാണ് കാണിക്കേണ്ടത്. ഇതിന് നമുക്ക് തന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. ലീനിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ലീനിയർ ആണെങ്കിൽ ടി എക്സിനെ ടി എക്സ് വൺ പ്ലസ് ടി എക്സ് ടു അങ്ങനെ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലേ? അതുകൊണ്ട് ടി എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്ററാണ്. ഇനി E1 പ്ലസ് E2 എന്ന് പറയുന്നത് ഇ ആണ്. E1ലെയും E2ൻ്റെയും എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയിലുള്ള എലമെൻറ്റ്സിനെ കിട്ടും. പിന്നെ പി എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓൺ ടു E1 പാരലൽ ടു E2. എന്താ E1 പാരലൽ ടു E2 എന്ന് അറിയോ? ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ പ്രൊജക്ഷൻ ഓൺ ടു E1 പാരലൽ ടു E2 എന്ന് പറയാം. ഒന്ന് പി റെസ്ട്രിക്റ്റഡ് E1 ഐഡൻറ്റിറ്റി ഓഫ് E1 ആവുക എന്ന് വെച്ചാൽ നമ്മൾ E1 എന്ന് ഒരു എക്സ് എടുക്കുക. ആ എക്സിൻ്റെ പി എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ് തന്നെ കിട്ടുക. എക്സ് ഈക്വൽ ടു പി എക്സ് ഐഡൻറ്റിറ്റി തന്നെ കിട്ടുക. എക്സിനെ എക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക പിയിൽ നിന്ന്. അതാണ് നമ്മൾ എക്സ് ഈക്വൽ ടു പി എക്സ് ഐഡൻറ്റിറ്റി ഓഫ് E1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇമേജ് ഓഫ് പി എന്ന് പറയുന്നത് കേർണൽ ഓഫ് ക്യൂ ആവാം. ക്യൂ എന്ന് പറയുന്നത് I മൈനസ് പി ആണ്. ക്യൂ എന്ന് പറയുന്നത് I മൈനസ് പി ആണ്. അപ്പോൾ നമ്മൾ പീൻ്റെ ഇമേജ് കാണുന്നതും ക്യൂവിൻ്റെ കേർണൽ കാണുന്നതും ഈക്വലാണ്. അതേപോലെ കേർണലിൻ്റെ ക്യൂ ഇമേജ് ഓഫ് പിയും ഈക്വലാണ്. പിന്നെ നമ്മൾ ഇമേജ് ഓഫ് പീനെ E1 എന്നും കേർണൽ ഓഫ് പീനെ E2 എന്ന് വിളിക്കുകയാണെങ്കിൽ E1 പ്ലസ് E2 ഇ ആയിരിക്കും. E1 ഇൻ്റർസെക്ഷൻ E2 0 ആയിരിക്കും. ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊജക്ഷൻ ഓൺ ടു E1 പാരലൽ ടു E2 എന്ന് വിളിക്കുക. അങ്ങനെയാണ് നമുക്ക് കാണിക്കുക എന്താ? പി ടി ഈക്വൽ ടു ടി പി ആണെങ്കിൽ E1 ആൻഡ് E2 ഇൻവേരിയൻറ്റ് സബ് സ്പേസ് ഓഫ് ടി എന്ന് കാണിക്കേണ്ടത്. ഇൻവേരിയൻറ്റ് സബ് സ്പേസ് ഓഫ് ടി എന്ന് കാണിക്കാൻ നമ്മൾ E1ൻ്റെ ടി എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ അത് E1ൽ തന്നെ കിട്ടും. അതേപോലെ E2ൻ്റെ ടി എന്ന പ്രൊജക്ഷൻ കാണുമ്പോൾ E2 തന്നെ കിട്ടും. ഇതിൽ E1 എന്താ? ഇമേജ് ഓഫ് പി ആണ്. E2 എന്താ? കേർണൽ ഓഫ് പി ആണ്. അപ്പം നമ്മൾ ആദ്യം എന്താ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് പി ടി ഈക്വൽ ടു ടി പി ആണെങ്കിൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. എന്ത് കണ്ടാൽ മതി? ടി E1 എന്ന് നമ്മളൊരു എലമെൻറ്റ് എടുത്തിട്ട് അത് E1ൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അല്ലേ? അതേപോലെ ടി E2ൽ ഒരു എലമെൻറ്റ് എടുത്തിട്ട് അത് E2ൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പി ടി ഈക്വൽ ടു ടി പി ആണെന്നല്ലേ. അപ്പം നമ്മൾ E1 എന്നൊരു എലമെൻറ്റ് എടുക്കുന്നു. എന്നിട്ട് ടി E1 ചെയ്യുമ്പോൾ നമുക്ക് E1ൽ ഉണ്ടെന്ന് കിട്ടണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? ടി എക്സ് കാണാം. ടി എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ടി ഇൻറ്റു പി ഓഫ് എക്സ് എഴുതാം. കാരണം എന്താ? നമ്മളിവിടെ പറഞ്ഞു എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ? എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് എഴുതി. അതിനെ നമുക്ക് ടി പി ഓഫ് എക്സ് എന്ന് എഴുതാം. പിന്നെ പി ടി ഈക്വൽ ടു ടി പി ആണല്ലോ. അപ്പോൾ നമുക്ക് പി ടി എക്സ് എന്ന് എഴുതാം. പിന്നെ പി ഓഫ് ടി ഓഫ് എക്സ്. ഇപ്പോൾ എന്തായി? ടി ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പി ഇമേജായി. ഇമേജ് ഓഫ് പി ആയി. ഇമേജ് ഓഫ് പി എവിടെ ഉണ്ടാവും? E1ൽ ഉണ്ടാവും അല്ലേ? ഇമേജ് ഓഫ് പി E1 ആണ്. അപ്പോൾ നമുക്ക് ടി എക്സ് E1ൽ ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതാ ഫസ്റ്റ് കണ്ടീഷൻ ആയില്ലേ? ടി E1 എന്നൊരു എലമെൻറ്റ് എടുത്തു, നമുക്ക് E1ൽ കിട്ടി. അതേപോലെ ടി E2ൽ ഒരു എലമെൻറ്റ് എടുത്തു, E2ൽ ഉണ്ട് എന്ന് കിട്ടണം. അതിനെന്ത് ചെയ്താൽ മതി? ടി എക്സ് E2ൽ ഉണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് E2ൽ ഉണ്ടെന്നാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ടി എക്സ് നമ്മൾ എക്സ് E2ൽ ഉണ്ട് എന്ന് എടുത്തു കഴിഞ്ഞിട്ട് ടി എക്സ് E2ൽ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത് അല്ലേ? എക്സ് E2ൽ ഉണ്ടെങ്കിൽ ടി എക്സ് E2ൽ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ടി എക്സ് E2ൽ ഉണ്ടെന്ന് കാണിക്കുന്നതിന് പകരം E2 എന്ന് പറഞ്ഞാൽ എന്താ? കേർണൽ ഓഫ് പി ആ. അപ്പോൾ ടി എക്സ് കേർണൽ ഓഫ് പിയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. കേർണൽ ഓഫ് പിയിൽ ഉണ്ടെന്ന് കാണിക്കുന്നത് എങ്ങനെ? നമ്മൾ പി ഓഫ് ടി എക്സ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ നമ്മൾ ടി എക്സ് കേർണൽ ഓഫ് പി വരിക അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ടി എക്സ് E2ൽ ഉണ്ടെന്ന് കാണിക്കുന്നതിന് പകരം പി ഓഫ് ടി എക്സ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പി ഓഫ് ടി എക്സ് ഈക്വൽ ടു 0 കാണിക്കാൻ നമ്മൾ പി ഓഫ് ടി എക്സിനെ നമുക്ക് എന്താ? പി ടി എക്സ് എഴുതാം. പി ടി ഈക്വൽ ടു ടി പി ആയതുകൊണ്ട് ടി പി എക്സ് എന്ന് എഴുതാം. പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് ഓഫ് എക്സ് ആണ്. പക്ഷേ എക്സ് എവിടെയുള്ളതാ? എക്സ് E2ലുള്ളതാ. E2ലുള്ള എക്സിൻ്റെ ഇമേജ് എന്താ? കേർണൽ ഓഫ് പി അല്ലേ? 0 അല്ലേ? അപ്പോൾ E2 എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് പി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇത് 0 എന്ന് കിട്ടി. അപ്പോൾ ടി ഓഫ് 0 എന്ത് വരും? 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പി ഓഫ് ടി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് E2ൽ എടുത്തപ്പോൾ നമുക്ക് ടി E2 എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് E2, ടി എക്സ് സബ്സെറ്റ് ഓഫ് E2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി അറിയോ? ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇത് ഇൻവേരിയൻറ്റ് സബ് സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് പി ടി എക്സും ടി പി എക്സും കാണാം. പി ടി എക്സ് കാണുമ്പോഴും നമുക്ക് ടി എക്സ് 1 കിട്ടും, ടി പി എക്സ് കാണുമ്പോൾ ടി എക്സ് 1 കിട്ടും. അപ്പോൾ രണ്ട് ഈക്വൽ ആയില്ലേ? അത് നമ്മൾ ടി പി ഓഫ് എക്സ് കാണാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x1ലുള്ള പ്രൊജക്ഷൻ്റെ സമ്മായിട്ടും x2ലുള്ള പ്രൊജക്ഷൻ്റെ സമ്മായിട്ടും നമുക്ക് പി ഓഫ് എക്സിന് എഴുതാം അല്ലേ? ടി പി ഓഫ് x1 പ്ലസ് പി ഓഫ് x2. പി ഓഫ് x1 എന്താ? x1 ആണല്ലോ. പി ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 ആണ്. പി ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താ? കേർണൽ ഓഫ് പിയുടെ പ്രൊജക്ഷൻ എന്താ? 0 ആണല്ലോ. അപ്പോൾ ടി x1 എന്ന് മാത്രമായി. ഇനി പി ടി ഓഫ് എക്സ് കാണാം. നമുക്ക് ടി ഓഫ് എക്സിന് എന്ത് ചെയ്യാം? ടി എക്സ് 1 പ്ലസ് ടി എക്സ് 2 എന്ന് എഴുതാം. കാരണം എന്താ? ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ടി എക്സ് 1 പ്ലസ് ടി എക്സ് 2 എന്ന് എഴുതി. ഇനി പിന്ന് നമ്മൾ ഓരോന്നും കൊടുക്കുക. പി ടി ഓഫ് എക്സ് 1 പ്ലസ് പി ടി ഓഫ് എക്സ് 2. ഇനി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? പി
ഈ പി രണ്ടും ഒഴിവാക്കാം. TX1 + TX2 ഒഴിവാക്കുന്നതല്ല, നമ്മൾ P(x) = x ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, P(TX1) TX1 എഴുതാം. അതേപോലെ P(T(x2) T(x2) എഴുതാം. T(x2) എന്താ 0 അല്ലേ, x2 എന്ന് പറഞ്ഞാൽ കേർണൽ പിയിലുള്ള ആളല്ലേ, അപ്പോൾ നമുക്ക് TX1 മാത്രമേ. അപ്പോൾ P(x)ഉം TX1 ആണ്, P(T(x)ഉം TX1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, PT = TP എന്ന് കിട്ടി.